ഇന്നത്തെ കുട്ടികളുടെ ലേണിങ്ങിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ്, അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ്? ഏറ്റവും വലിയ പ്രശ്നം കുട്ടികൾ ഇന്ന് ഫേസ് ചെയ്യുന്ന ഡിസ്ട്രാക്ഷൻ. എക്സസൈസ് ഒരു വലിയ ഫാക്ടറായിരുന്നു. പേരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും പ്രഷർ. ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ഡിസ്ട്രാക്ഷൻസ് ആണ്. 2 വയസ്സുള്ള കുട്ടിയെ ഹാൻഡിൽ ചെയ്യാനായിട്ട് കാരണവന്മാർ ഈസി ആയിട്ട് കണ്ടുപിടിച്ചിരിക്കുന്ന മാർഗ്ഗമാണ് ഈ ഒരു ഫോൺ കയ്യിൽ കൊടുക്കുക എന്നുള്ളത്. ഹൂ ഈസ് റെസ്പോൺസിബിൾ? ഈ കൺട്രോളിങ് നല്ലതാണോ അതോ അത് പിള്ളേരെ അത് ബാഡായിട്ട് എഫക്റ്റ് ചെയ്യുമോ? ഇന്ന് കൺട്രോൾ ഇഷ്ടപ്പെടുന്ന ആരാ ഉള്ളൂ? കളിച്ച് സമയം കളയരുതാ. പഠിച്ചു മാർക്ക് മേടിച്ച് വലിയ പുള്ളിയാകണം, നീ അത് ചെയ്യരുത്, നീ ഇത് ചെയ്യരുത്. ഈ കുട്ടിയോട് എപ്പോഴും കുട്ടി കേൾക്കുന്നത് നെഗറ്റീവ് വേർഡ്സ് മാത്രമാണ്. എപ്പോഴും നമ്മൾ ഈ കുട്ടികളെ കുറ്റം കണ്ടുപിടിക്കും. കുട്ടികളുടെ അത് ശരിയല്ല, ഇത് ശരിയല്ല. ആ പറയുന്നവരോട് എനിക്ക് ആകപ്പാടെ ചോദിക്കാനുള്ള ഒരു ചോദ്യം, നമ്മൾ എത്ര പേര് ശരിയാണ്? ഷിൻഡു, താങ്കളൊരു MNC എക്സിക്യൂട്ടീവാണ്, അതിലുപരി ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. സോ താങ്കളുടെ കാഴ്ചപ്പാടിൽ ഇന്നത്തെ കുട്ടികളുടെ ലേണിങ്ങിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ്, അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ്? കുട്ടികളുടെ കാര്യം പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയും, ഞാൻ ഈ കോർപ്പറേറ്റ് ലൈഫ് കൊണ്ട് എൻ്റെ എനർജി മുഴുവൻ വരുന്നത് ചെറുപ്പക്കാരിൽ നിന്നാണ്. അപ്പോൾ അത് സ്കൂൾ കുട്ടികളുണ്ട്, യൂത്ത് ഉണ്ട്. എന്നെ സംബന്ധിച്ചോളം ആ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫുൾ പാക്ക് എനർജി. അപ്പോൾ അവരോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഞാൻ കാണുന്നത് ഒരു 3-4 ടൈപ്പ് പ്രോബ്ലംസാണ്. ചിലത് അവരുടെ ഇഷ്യൂ ആണ്, അവരുടെ കയ്യിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. പക്ഷെ ഒട്ടുമുക്കാലും അവരുടെ നിയന്ത്രണത്തിലുള്ളതല്ല. അത് എ കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ്. ചിലത് അവർക്ക് തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഏർലി ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളാണെങ്കിൽ അത് ടീച്ചേഴ്സിൻ്റെയും പേരൻസിൻ്റെയും കൂട്ടുകാരുടെയും സംടൈംസ് അവരുടെ പേരൻസിൻ്റെയും ഹെൽപ്പോടുകൂടി മാത്രം സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസാണ്. ബ്രോഡ്ലി ഒരു 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഏറ്റവും വലിയ പ്രശ്നം കുട്ടികൾ ഇന്ന് ഫേസ് ചെയ്യുന്നത് ഡിസ്ട്രാക്ഷൻ. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, പഴയ കാലത്ത് ഞങ്ങളുടെ ജനറേഷൻ ഉണ്ടായിരുന്ന കുട്ടികൾക്കൊക്കെ എക്സസൈസ് ഒരു വലിയ ഫാക്ടറായിരുന്നു. കളിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾ ഞാൻ പറഞ്ഞാൽ കൂട്ടിലിട്ട് വളർത്തുന്ന, ചിലത്തെ കളിയാക്കി ബ്രോയിലർ കുട്ടികൾ എന്നൊക്കെ വിളിക്കും. അത് അവരുടെ കുഴപ്പമല്ല. അവിടെയും നമുക്ക് പേരൻസിനും അവർക്ക് ഒത്തിരി കോൺട്രിബ്യൂഷൻ ഉണ്ട്. എക്സസൈസ് ഇല്ലാത്തതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. മൂന്നാമത് വരുന്നത് പിയർ പ്രഷർ. അവരുടെ സറൗണ്ടിങ്സിൽ നിന്നും അവർ ഫോഴ്സ് ടു ഡു സർട്ടൻ തിങ്സ്. 4 പേരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും പ്രഷർ, അനാവശ്യമായ എക്സ്പെക്റ്റേഷൻസ് അവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പം പലപ്പോഴും എനിക്ക് തോന്നുന്നത് ദേ ഹെൽപ്ലെസ്. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് നമുക്കൊരു പ്രൊആക്റ്റീവായിട്ട് പോസിറ്റീവ് മൈൻഡഡായിട്ട് ഒരു എൻഗേജ്മെൻറ്റ് ഈ കുട്ടികളുടെ കാര്യത്തിൽ ചെയ്താൽ ദാറ്റ് മോട്ടിവേറ്റ്സ് മീ ടു കം ടു ദീസ് കൈൻഡ് ഓഫ് സെഷൻസ്. കാരണം ഞാൻ ഇവരുടെ പ്രശ്നങ്ങളിൽ പ്യുവർലി ഔട്ട് ഓഫ് മൈ പാഷൻ. കാരണം എനിക്ക് ഫുൾ ടൈം ഒരു ജോലിയുണ്ട്, വേറെ കാര്യങ്ങളുണ്ട്. പക്ഷെ എന്നാലും ശരി, ഐ ഫൈൻഡ് സം ടൈം ഫോർ ദിസ് യൂത്ത് ആൻഡ് യങ്സ്റ്റേഴ്സ്. അങ്ങനെ അവരോട് ഇൻട്രാക്ട് ചെയ്തപ്പോൾ ഐ റിയലൈസ്ഡ് വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ടെർമിനോളജീസ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ കുറച്ചുകൂടെ പ്രായോഗികമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ദാറ്റ് റിക്വയർസ് കണക്ട് വിത്ത് ടീച്ചേഴ്സ്, പേരൻസ്, സ്കൂൾ, കോളേജസ്, പിന്നെ കുട്ടികൾ. ഞാൻ പറഞ്ഞ റൈറ്റ് വേർഡ് ഇസ് എ ഹോളിസ്റ്റിക് അപ്രോച്ച്. ഐ ആം ഇൻ ദാറ്റ് ജേർണി. ഈ ഡിസ്ട്രാക്ഷൻസ് എന്ന് പറഞ്ഞല്ലോ, ഈ ഡിസ്ട്രാക്ഷൻസ് ഇവർ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ഡിസ്ട്രാക്ഷൻസ് ആണോ അതോ സ്കൂളിൽ പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന, അതെങ്ങനെയാണ് നമ്മളതിന്? സോ ഈ ഡിസ്ട്രാക്ഷൻ, എനിത്തിങ് വിച്ച് ഈസ് അഫക്റ്റിംഗ് യുവർ കോൺസെൻട്രേഷൻ ഈസ് എ ഡിസ്ട്രാക്ഷൻ. അപ്പം അത് പല കാറ്റഗറിയിലുള്ളതുണ്ട്. നമ്മുടെ റിലേഷൻഷിപ്പുകളുണ്ടാകുന്ന ഡിസ്ട്രാക്ഷൻസ്. ഇപ്പോൾ ഏജിൽ ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയുടെ പുറകെ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ അത് ഡിസ്ട്രാക്ഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, അതൊരു നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. പക്ഷേ കുട്ടിയുടെ പഠനത്തെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ കോൾ ഇറ്റ് എ ഡിസ്ട്രാക്ഷൻ. ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് അത് ശരിക്കും നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. പക്ഷേ വെൻ ഇറ്റ് ഗോസ് ബിയോണ്ട് എ ലിമിറ്റ് ഇറ്റ് ബിക്കം എ ഡിസ്ട്രാക്ഷൻ. ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യത്തിൽ പറഞ്ഞാൽ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, അതായത് 2 വയസ്സുള്ള കുട്ടിയെ ഹാൻഡിൽ ചെയ്യാനായിട്ട് കാരണവന്മാർ ഈസി ആയിട്ട് കണ്ടുപിടിച്ചിരിക്കുന്ന മാർഗ്ഗമാണ് ഈ ഒരു ഫോൺ കയ്യിൽ കൊടുക്കുക എന്നുള്ളത്. ഹൂ ഈസ് റെസ്പോൺസിബിൾ? പേരൻസ് തന്നെയാണ് അതിൻ്റെ ഫസ്റ്റ് തുടക്കം തന്നെ വരുന്നത്. മൂന്നാമതൊരു തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിസ്ട്രാക്ഷനെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യണം. കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലും മൈൻഡിലും വേറെ കുറേ കാര്യങ്ങൾ നടക്കണം. അത് കുട്ടികൾക്ക് ആരും കൊടുക്കുന്നുമില്ല. സോ എപ്പോഴും നമ്മൾ ഈ കുട്ടികളെ കുറ്റം കണ്ടുപിടിക്കും. കുട്ടികളുടെ അത് ശരിയല്ല, ഇത് ശരിയല്ല.
ഞാൻ പറഞ്ഞ ഇപ്പോൾ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം തന്നെയാണ്. എപ്പോഴും ഇത് എല്ലാവരും അവരോട് പറയും നിങ്ങൾ ശരിയല്ല. ആ പറയുന്നവരോട് എനിക്ക് ആകപ്പാടെ ചോദിക്കാനുള്ള ഒരു ചോദ്യം, നമ്മൾ എത്ര പേര് ശരിയാണ്? ഇത് ചോദിക്കാൻ നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ശരിയാകണം. നമ്മൾ എത്ര പേര് ശരിയാണോന്ന്, ഞാൻ ശരിയാണോ എനിക്ക് ഉറപ്പില്ല. അപ്പം വി നീഡ് ടു ഹെൽപ്പ് ദം. ഇറ്റ്സ് എ റിയാലിറ്റി. അവരുടെ ഡിസ്ട്രാക്ഷൻ കൂടുന്നതുകൊണ്ട് തന്നെ പഠിപ്പിക്കാനും ടീച്ചേഴ്സിന് വലിയ പാടാണ്. ഇപ്പോഴത്തെ സ്റ്റൈലിൽ കുട്ടികളെ ഈ പഴയ രീതിയിൽ കുട്ടികളെ പഠിപ്പിച്ച് ഇനിയുള്ള കാലത്ത് ടീച്ചേഴ്സിന് നിലനിൽക്കാൻ പറ്റില്ല. ടീച്ചിങ് കംപ്ലീറ്റ്ലി നീഡ്സ് എ റീവാംപ്. അപ്പോൾ ഞാൻ ഈ ടീച്ചേഴ്സിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രധാന ഏരിയ ഇതാണ്. രണ്ട് കാര്യം: ഒന്ന് ടീച്ചിങ് സ്കിൽസ്, ടീച്ചിങ് മെത്തഡോളജീസ്, എസ്പെഷ്യലി ഈ ആർട്ട് ഓഫ് സ്റ്റോറി ടെല്ലിങ്. സ്റ്റോറികൾ എങ്ങനെ ഉണ്ടാക്കാം. കാരണം കുട്ടികൾ സ്റ്റോറികളിൽ ഇൻട്രസ്റ്റ് ആണ്, സബ്ജക്റ്റിൽ ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ സ്റ്റോറികളിലൂടെ അവരിലേക്ക് എത്താൻ പറ്റും. അതുപോലെ തന്നെ ഈ പറഞ്ഞ പേരൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, ടീച്ചേഴ്സിൻ്റെ മാത്രമല്ല പേരൻസിനും അതൊരു റോളുണ്ട്. അപ്പം ഇറ്റ് റിക്വയർസ്, ഐ യൂസ് എ വേർഡ് ഹോളിസ്റ്റിക് അപ്രോച്ച്. കുട്ടികൾ സെൻട്രലിൽ നിർത്തിക്കൊണ്ട് കുട്ടികളുടെ സറൗണ്ടിങ് ആയിട്ടുള്ള അവരുടെ കൂട്ടുകാർക്കൊരു റോളുണ്ട്. അവരുടെ ശരിക്കുള്ള മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്. ഈ കുട്ടികൾ നമ്മൾ പേരൻസ് കൂടുതൽ കൺട്രോൾ ചെയ്യുക, അതായത് പഠനത്തിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ അവർ ഈ ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ, അതിലൊക്കെ കൺട്രോളിങ് നല്ലതാണോ അതോ അത് പിള്ളേരെ അത് ബാഡായിട്ട് എഫക്റ്റ് ചെയ്യുമോ? ദ റൈറ്റ് വേർഡ് ടു സേ ഈസ് കൺട്രോൾ. ഇന്ന് കൺട്രോൾ ഇഷ്ടപ്പെടുന്ന ആരാ ഉള്ളത്? നമ്മൾ അഡൽട്ടാണ്. നമ്മളെ ആരെങ്കിലും കൺട്രോൾ ചെയ്യാൻ നമുക്കിഷ്ടമല്ല. നമ്മളെ കൺട്രോൾ ചെയ്യുന്ന വേറെ ആരെങ്കിലും കൺട്രോൾ ചെയ്യും. ഇപ്പോൾ വീടുകളിൽ തന്നെ ഭാര്യയും ഭർത്താവും ആണെങ്കിൽ പോലും ആരെങ്കിലും കൺട്രോൾ ചെയ്യുന്നത് നമുക്കിഷ്ടമല്ല. അപ്പം ഈ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനേയും അവർക്കൊരു ഏറ്റവും നല്ല കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇന്നസെൻ്റാണ്. അവർക്ക് ഓപ്പണായിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ട്, വെൽ ഇൻഫോംഡ് ആണ്. നമ്മുടെ ആ ഒരു ജനറേഷൻ, ആ ഒരു ഏജ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികളുടെ എക്സ്പോഷർ ലെവലൊക്കെ വളരെ കൂടുതലാണ്. ആ ജനറേഷൻ വരുന്ന കുട്ടികൾ ആരെങ്കിലും അവർ ഒരു പരിധി കഴിഞ്ഞ് കൺട്രോൾ ചെയ്യുക, ത്രട്ടൺ ചെയ്യുക, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടെ റിബലിയസ് ആകത്തുള്ളൂ. ഞാൻ ഇൻറ്ററാക്ട് ചെയ്തിട്ടുള്ള ഒത്തിരി റിബലിയസ് ആയിട്ടുള്ള കുട്ടികളുടെ റൂട്ട് കോസ് തപ്പിപ്പോകുമ്പോൾ അവരെ റിബലിയസ് ആക്കിയതാണ്. അവരെ അറിഞ്ഞോ അറിയാതെയോ ആരൊക്കെയോ കൂടി റിബലിയസ് ആക്കിയിരിക്കുന്നു. അപ്പോൾ ഇച്ചിരി ഒന്ന് മാറ്റിയിട്ട്, അതൊരു എളുപ്പമുള്ള കാര്യമല്ല. ഈ പറഞ്ഞ ഇറ്റ് നീഡ്സ് ലിറ്റർ കോമ്പിനേഷൻ ഓഫ് സൈക്കോളജി, മോട്ടിവേഷണൽ ടെക്നിക്സ്. പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഗോൾ സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക, അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത്. കാരണം ഓരോ കുട്ടിയും ഡിഫറെൻ്റാണ്. പലപ്പോൾ നമുക്ക് പറ്റുന്നത് വെച്ചാൽ അറിയാം, ഒരു ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ 40 കുട്ടികളുണ്ടെങ്കിൽ 40 ഒരു ടെംപ്ലേറ്റ് അങ്ങ് വെക്കും. 40 കുട്ടിയും ഡിഫറെൻ്റാണ്. ഒരു കുട്ടിയുടെ മോട്ടിവേഷണൽ പാരാമീറ്ററോ അല്ല മറ്റൊരു കുട്ടിയുടെ പാരാമീറ്റർ. അപ്പോൾ ഓരോ കുട്ടിയുടെ നമുക്ക് ഇഫ് യു ആർ ഏബിൾ ടു ഡ്രോ എ പിക്ചർ, ആ പിക്ചർ ഉണ്ടാക്കിയ ശേഷം ദെൻ ഇഫ് യു ആർ ഏബിൾ ടു ഹെൽപ്പ് ഹിം ടു സെറ്റ് എ ഗോൾ. ഇതിൻ്റെ കൂടെ അവൻ്റെ ബാക്കി കാര്യങ്ങൾ, അവൻ്റെ ഫ്രണ്ട്സ് ഉണ്ടോ, അവനെ കളിക്കുന്നുണ്ടോ, അവൻ്റെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്, ഫിസിക്കൽ ഹെൽത്ത്, അവൻ്റെ ഹോർമോണൽ, ഈറ്റിംഗ് ഹാബിറ്റ്സ്, സ്ലീപ്പിംഗ് ഹാബിറ്റ്സ്, ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ഐ തിങ്ക് അപ്പോൾ ഒരു കുട്ടി എന്ന് പറയുന്നത് ഒരു പാക്കേജാണ്. അപ്പം ഐ തിങ്ക് വി നീഡ് ടു വർക്ക് ഓൾ ലെവൽസ്. ഞാൻ പറഞ്ഞത് ടീച്ചേഴ്സിൻ്റെ അടുത്ത് വർക്ക് ചെയ്യണം, പേരൻസിൻ്റെ അടുത്ത് വലിയ റോളുണ്ട്, കുട്ടിക്കൊരു റോളുണ്ട്. അപ്പം കുട്ടിയെ നമുക്ക് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഏജ് അനുസരിച്ച് ഇറ്റ് വിൽ ചേഞ്ച്. അപ്പം ആ റിബലിയസ് മോഡിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവനെ തിരിച്ചു പിടിക്കാൻ വലിയ പാടാണ്. കാരണം പിന്നെ അവൻ എന്തിനും റിബലിയസ് ആകും. ചുമ്മാ ഇരിക്കുന്ന കാര്യം, ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ റിബലിയസ് ആകും, ഉറങ്ങുന്ന കാര്യത്തിൽ റിബലിയസ് ആകും. എന്നാൽ പിന്നെ ഞാൻ കാണിച്ചു തരാം. സോ ആ ഒരു മോഡിലേക്ക് പോകാതിരിക്കുന്ന, ഞാൻ പറയാൻ എളുപ്പമാണിത്, പക്ഷേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇറ്റ് നീഡ്സ് പലപ്പോഴും പേരൻസിൻ്റെ ഗൈഡൻസും, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ടീച്ചേഴ്സിനാണ് കൂടുതൽ ഗൈഡൻസ്. കാരണം പലപ്പോഴും ടീച്ചേഴ്സാണ് ഇതിൽ കൂടുതൽ സമയം കറക്റ്റ് ചെയ്യാൻ സ്പെൻഡ് ചെയ്യുന്നത്. മാത്രമല്ല PTA മീറ്റിങ്ങിൽ പോയി പേരൻസ് പോയി പാവ ടീച്ചേഴ്സിനെ വീണ്ടും പോയി കുറ്റം പറയുക, നിങ്ങൾ ചെയ്യാത്തതുകൊണ്ടാണ്. ഇപ്പം സ്കൂളിൽ പോകുന്ന കുട്ടികളെ നമുക്കൊരു 2 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒരു KG തൊട്ട് 5th വരെ, 5th തൊട്ട് 10th വരെ. ഇപ്പോൾ KG തൊട്ട് 5th വരെയുള്ള പേരൻസ് സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞു വിടുന്നതിന് മുമ്പ് എന്തായിരിക്കും അവർക്ക് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ? അതായത് കുട്ടികൾ സ്കൂളിൽ ചെന്ന് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന KG തൊട്ട് 5th വരെയും പിന്നെ 5th തൊട്ട് 10th വരെയും രണ്ടുപേരുടെ തിങ്കിങ് കേപ്പബിലിറ്റീസ് ഡിഫറെൻ്റ് ആയിരിക്കില്ല. അവർ അപ്രോച്ച് ചെയ്യുന്ന സ്റ്റുഡൻസും ഫ്രണ്ട്സും ഡിഫറെൻറ്റ് ടൈപ്സ് ആയിരിക്കും. അപ്പം എന്തായിരിക്കും ഈ 2 പേർ? എൻ്റെ വ്യക്തിവശം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ചെയ്യരുത് നെഗറ്റീവ് വേർഡ്സാണ് കുട്ടികളടുത്ത് യൂസ് ചെയ്യുന്നത്. അതിന് ശേഷം തിരിച്ചൊന്നാ പോസിറ്റീവ് വേർഡ്സ്
യൂസ് ചെയ്ത് നോക്കിയത്. നിങ്ങൾ ഇതൊക്കെയാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ സ്കൂളിലേക്ക് പോകുന്നതും കുറേ പുതിയ ഫ്രണ്ട്സുകളെ കാണാനായിട്ടും അവരുടെ കളിക്കാനുമാണ്. KG കുട്ടികളോട് പറയേണ്ടത് നിങ്ങൾ അവിടെ കളിക്കാനും ആ കളി വഴി പഠിക്കാനുമാണ് പോകുന്നത്. കാരണം ആ ഏജ് അതിൻ്റെയാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ പേരൻസ് എന്താ ചെയ്യുന്നത്? കളിച്ച് സമയം കളയരുട്ടാ, പഠിച്ചു മാർക്ക് മേടിച്ച് വലിയ പുള്ളിയാകണം, ഇങ്ങനൊരു ചെയ്തില്ല, നീ അത് ചെയ്യരുത്, നീ ഇത് ചെയ്യരുത്. ഈ കുട്ടിയോട് എപ്പോഴും കുട്ടി കേൾക്കുന്നത് നെഗറ്റീവ് വേർഡ്സ് മാത്രമാണ്. അതിനൊരു വേറെ വശങ്ങളുണ്ട്. സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർ പറയും, നമ്മൾ ഹ്യൂമൻ ബീയിങ്സിന്, ഒരു വ്യക്തി അത് ഏത് ഏജ് ഗ്രൂപ്പായിക്കൊണ്ട്, ബൈ ബർത്ത് വി ആർ ട്രെയിൻ ടു തിങ്ക് നെഗറ്റീവ്. ഹ്യൂമൻ സൈക്കോളജിസ്റ്റ് സെയ്സ് നമ്മൾ ബൈ ബർത്ത് നെഗറ്റീവാണ് ചിന്തിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് വേർഡ്സ് പറഞ്ഞുകൊണ്ടിരിക്കുക. അവൻ ഉണ്ടായി കഴിയുമ്പോൾ തൊട്ട് അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങോട്ട് ചെയ്യരുത്, ഇങ്ങോട്ട് ചെയ്യരുത്. സോ ഇറ്റ് ആഡ്സ് ടു ദാറ്റ് നെഗറ്റിവിറ്റി. തിരിച്ച് പകരം ഒന്ന് ആലോചിച്ച് നോക്കിയേ, നീ സ്കൂളിൽ പോകണം, അടിച്ചു പൊളിക്കണം, കളിക്കണം, നല്ല ഡ്രസ്സ് ഇടണം, ചിരിക്കണം, ഫ്രണ്ട്സിൻ്റെ അടുത്ത് അടി കൂടണം, വല്ലപ്പോഴും അടി കൂടണം, ദാറ്റ്സ് ഓക്കെ. സോ അതൊരു നമ്മളൊന്ന് മാറിക്കഴിഞ്ഞാൽ കുട്ടിയുടെ ചിന്താഗതികൾ മാറും, കുട്ടിക്ക് പോസിറ്റീവ് വൈബ് കിട്ടിത്തുടങ്ങും. കുട്ടികളോട് ഇടപെടുന്ന ആൾക്കാരെല്ലാം ഇത്തിരി ക്ഷമ കൂടുതൽ വേണം, പ്രത്യേകിച്ച് ആ ഒരു ഏജിൽ. അടുത്ത ഏജ് കഴിയുമ്പോഴത്തേക്ക് കളി വിട്ടു, കളി വേണം, കളി സ്റ്റിൽ ഫിസിക്കൽ എക്സസൈസൊക്കെ വേണം, പക്ഷേ അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടെ സീരിയസ് കാര്യങ്ങൾ വരുന്ന സമയമായി. അപ്പോഴെന്ത് ചെയ്യണം? കുട്ടിയെ ഏർലി സ്റ്റേജിൽ പോലും അവൻ്റെ സെൽഫ് ഈഗോയും സെൽഫ് റെസ്പെക്റ്റും ഒക്കെ ഉണ്ട്. എന്നാലും അടുത്ത സ്റ്റേജിലേക്ക് എത്തുമ്പോഴത്തേക്കും, ഒരു ടീനേജ് എത്തുമ്പോഴത്തേക്കും അവൻ്റെ ഐഡൻറ്റിറ്റി കാണിച്ചു തുടങ്ങുന്ന സമയമാണ്. ഹോർമോണൽ ഇഷ്യൂസും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഒരു കാര്യം മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, അവന് തോന്നണം, അവനോ അവൾക്ക് തോന്നിയാൽ മാത്രം അവർ ചെയ്യും. അത് തോന്നിപ്പിക്കാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക, ഒരു ലോങ് ടൈം ഡ്രീംസ് കുട്ടികൾ ഉണ്ടാക്കി കൊടുക്കുക. കലാമിൻ്റെയൊക്കെ ബുക്കുകളുണ്ട്, അത് പറഞ്ഞാൽ പോരാ, അത് വാങ്ങിച്ചു കൊടുത്ത്. കാരണം നമ്മുടെ ഡ്രീംസും നമ്മുടെ തോട്ട്സും നമ്മുടെ ആക്ഷൻസും ഇതെല്ലാം കണക്റ്റഡ് ആണ്. അപ്പം അത് കുട്ടികളുടെ ആ ഡ്രീംസ്, പോസിറ്റീവ് ഡ്രീംസ്, അതുപോലെ തന്നെ വെറുതെ ഇരിക്കുമ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാനും ഡ്രീം ചെയ്യാനും കുട്ടികളെ എൻകറേജ് ചെയ്യുക. നമ്മൾ പഴയ കാലത്ത് പലർത്തി പറയും ദിവാസ്വപ്നം കാണുക, ഡേ ഡ്രീംസ്. ഞാൻ പറഞ്ഞത് നല്ലതാണ്, ക്ലാസ്സിൽ പോയിരുന്ന് കാണുമെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഞാൻ പലപ്പോഴും ക്ലാസ് എടുക്കാൻ പോകുമ്പോഴും കുട്ടികൾ സ്വപ്നം കാണുന്ന നമുക്ക് കാണാം. ആസ് ഫാർ ആസ് ദാറ്റ് ഇസ് എ പോസിറ്റീവ് ഡ്രീം, ഐ ക്യാൻ സീ ഇൻ ദർ ഫേസ്. ചിലർ മാത്രമേ ഉള്ളൂ തലതിരിഞ്ഞ് സ്വപ്നം കാണുന്നത്. പക്ഷേ ഒട്ടുമുക്കാൽ ആൾക്കാർ ക്ലാസ്സിൽ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് തന്നെ ചിരി വരും. ബിക്കോസ് അവിടെ കാണുന്ന സ്വപ്നം നമ്മുടെ മുഖത്ത് കാണാൻ പറ്റും. കുട്ടികളാകുമ്പോൾ, മുതിർന്നവരാകുമ്പോൾ ഇച്ചിരി ഹൈഡ് ചെയ്യാൻ പഠിക്കും. സോ ആസ് ഫാർ ആസ് വി ആർ ഏബിൾ ടു എൻകറേജ് ദാറ്റ്, ആ ഒരു സെൽഫ് റെസ്പെക്റ്റ്, അവരുടെ സെൽഫ് ഐഡൻറ്റിറ്റി, ദ റൈറ്റ് വേർഡ് ടു യൂസ്. സെക്കൻഡ് ഫേസിൽ വരുന്നത് ഞാൻ പറയും, ഐ യൂസ് എ വേർഡ് കോൾഡ് ട്രസ്റ്റ്. ഈ കുട്ടികൾ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് അവനോട് പറയുന്നു, എനിക്ക് നിന്നെ നല്ല വിശ്വാസമാണ്, തിരിച്ച് ഈ വിശ്വാസം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഐ സി എ പോസിറ്റീവ് ചേഞ്ച്. അതായത് എനിക്ക് നിന്നെ വിശ്വാസമാണ്, നീ ഒരു മോശമായ കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടിയല്ല, ചെയ്യില്ല. കാരണം അങ്ങനെ നിന്നെ വളർത്തിരിക്കുന്നു, നീ അങ്ങനെ വളർന്നു വന്നിട്ടുള്ളൂ. ഇനി ഇത് മറ്റുള്ളവരുടെ മുന്നിലും എൻ്റെ മുന്നിലും ഈ ഒരു പോസിറ്റീവ് ട്രസ്റ്റ് കൊണ്ടുവരേണ്ടത് നിൻ്റെ കൂടെ ഉത്തരവാദിത്തമാണ്. അത് ഫിനാൻഷ്യൽ ഫ്രീഡം ആയിക്കോട്ടെ, ഏറ്റവും വലിയ കാര്യം ഇതാണ്. കുട്ടികൾക്ക് ആ ഒരു സെക്കൻഡ് ഫേസിലേക്ക് വരുമ്പോഴത്തേക്കും പൈസ മാനേജ് ചെയ്ത് നമ്മളവരെ പഠിപ്പിക്കണം, ടൈം മാനേജ് ചെയ്യാൻ പഠിപ്പിക്കണം, സെൽഫ് അക്കൗണ്ടബിലിറ്റി, സെൽഫ് ഡിസിപ്ലിൻ, അവരുടെ ഹെൽത്ത്, ഇതെല്ലാം എൻ്റെ ആവശ്യമാണ്, അല്ലാതെ പേരൻസിൻ്റെയോ ടീച്ചേഴ്സിൻ്റെ ആവശ്യമല്ല. അപ്പോൾ ആ ഒരു മോഡിലേക്ക് അവരെ ഒന്ന് ഗൈഡ് ചെയ്യാം. അപ്പം ഞാൻ ടീച്ചറിൻ്റെ റോളും ഇനിയുള്ള കാലത്ത് ഞാൻ പറഞ്ഞാൽ ടീച്ചറല്ല, ഇനിയിപ്പോഴത്തെ ടീച്ചറിൻ്റെ റോൾ ഇസ് മോർ ഓഫ് എ ഗൈഡ്. അത് പ്രായം കൂടുന്നതനുസരിച്ച് ഇറ്റ് ഇസ് നോ മോർ ലൈക്ക് എ മെൻറ്റർ. തീർന്നു. അതായത് ഈ ക്ലാസ് റൂം പഠനവും പിടിച്ചിരുത്തി പഠിപ്പിക്കുക, ദാറ്റ് ഇയർ ഈസ് ഗോൺ. അത് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സൊസൈറ്റിയിൽ വന്നിട്ടില്ല. ആ വരാത്തതിൻ്റെ പ്രശ്നങ്ങളാണ്. ഇപ്പോഴും തന്നെ നോക്കിയോ, നമ്മുടെ പല കോളേജുകളിലും സ്കൂളുകളിലും ചെന്ന് കഴിഞ്ഞാൽ മാർക്ക് എത്ര കിട്ടിയെന്ന് ചോദിക്കുന്നുള്ളൂ. ഏതെങ്കിലും സ്കൂളിൽ കുട്ടികളോട് ചോദിച്ചിട്ടുണ്ട്, പരീക്ഷ ആനുവൽ കഴിഞ്ഞിട്ട് നിൻ്റെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി എന്തൊക്കെയാണ്, നിനക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ട്, എത്ര കളികൾ നീ കളിക്കാറുണ്ട്, ആരെങ്കിലും നമ്മൾ ചോദിക്കാറില്ല. സോ ഇറ്റ്സ് ഹൈ ടൈം. ഞാനിത് പറയാൻ കാര്യം വെച്ചാൽ ഇതെല്ലാം കുട്ടികളുടെ ലേണിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മളെല്ലാവരും ലേണിംഗ് എന്ന് പറഞ്ഞാൽ ലേണിംഗ് ഈസ് വാട്ട്? ലേണിംഗ് ഈസ് ഓൾ അബൌട്ട് ഓവറോൾ
പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, കുട്ടികളെ അവരവരുടെ അക്കൗണ്ടബിളാക്കുക, അവരുടെ രണ്ട് കാലം നിർത്തുക. അപ്പോൾ അതിന് വേണ്ടത് ഒരു വേറൊരു അപ്രോച്ചാണ്. പലപ്പോഴും വെസ്റ്റേൺ കൺട്രീസിൽ അവർ കുറച്ചുകൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പേരൻസ്, പ്രത്യേകിച്ച് മലയാളി പേരൻസ്, ബിറ്റ് വറീഡ്. അവർ ഈ മാർക്ക് മാത്രം നോക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് കുട്ടികളുടെ ഇൻ്റർപേഴ്സണൽ സ്കിൽസോ ഹെൽത്ത് പോലും കളിക്കാൻ വിടില്ല, പിടിച്ചിട്ടിരിക്കുകയാണ്. ഇങ്ങനെ കളിക്കാൻ പോകാതെ എങ്ങനെ അവനിങ്ങനെ അവൻ്റെ ഫിസിക്കൽ ആക്ടിവിറ്റി നടക്കുക? ഫിസിക്കൽ ആക്ടിവിറ്റി നടന്നാലല്ലേ അവൻ്റെ ബോഡിയിൽ ഹോർമോൺസ്, പോസിറ്റീവ് ഹോർമോൺസ് വരത്തുള്ളൂ. സോ ഇതർ ആൾ കണക്റ്റഡ്. മീൻ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഐ തിങ്ക് ദർ വിൽ ബി എ പോസിറ്റീവ് ചേഞ്ച്. അത് ആർക്ക് വേണ്ടി? നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയല്ലേ. സോ ഇറ്റ്സ് വർത്ത് ഡൂയിങ്. Wingbuds, your complete online tutor.